velocity of a particle is given by v is equal to 2t cube plus 6. Find the distance traveled by it while its velocity increases from 8 meter per second to 108 meter per second. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ഇക്വൽ ടു 2t ക്യൂബ്. നേരത്തെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഈസ് ഇക്വൽ ടു 2t ക്യൂബ് പ്ലസ് 6t സ്ക്വയർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് വൈൽ ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 8 മീറ്റർ പെർ സെക്കൻഡ് ടു 108 മീറ്റർ പെർ സെക്കൻഡ്. 8 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 108 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള എന്താ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് V1 V2 തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് തന്നിരിക്കുന്ന കേസുകളൊന്നും എടുത്ത് എഴുതാം. V ഈക്വൽ ടു V is equal to 2t cube plus 6t square ആണ് equation, velocity equation. And here we are given with V1 is equal to 8 meter per second and V2 is equal to 108 meter per second. Okay, അപ്പോൾ V1 V2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ when V1 is equal to 8 meter per second നമുക്ക് V എത്ര വരും? നമുക്ക് ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത് T എത്ര വരും, ടൈം എത്ര വരും? അതായത് 6t ക്യൂബ് പ്ലസ് 6t സ്ക്വയർ ഇസ് ഇക്വൽ ടു 8. ഓക്കെ, അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 8 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഇതിൽ ടൈം എത്ര വന്നു? 2t ക്യൂബ് മൈനസ് പ്ലസ് 6t സ്ക്വയർ മൈനസ് 8. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ടൈമിൻ്റെ ക്യൂബിൻ്റെ ഇതിൽ വരുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റർ അടിച്ച് സോൾവ് ചെയ്താൽ മതി. കുറച്ചുകൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർ മൈനസ് 4 ഇസ് ഇക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കാൽക്കുലേറ്റർ നമ്മൾ അടിച്ച് സോൾവ് ചെയ്യുമ്പോൾ ടൈം ഇസ് ഇക്വൽ ടു 1 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് തന്നെ V2ൻ്റെ കേസിൽ V2ൽ നമ്മൾ V2 ഇസ് ഇക്വൽ ടു 108 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? 2t ക്യൂബ് പ്ലസ് 6t സ്ക്വയർ ഇസ് ഇക്വൽ ടു 108 എന്ന് പറയുന്നത് V2 രണ്ടാമത്തെ വെലോസിറ്റി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്കിങ്ങനെ വന്നു ഇക്വേഷൻ 2t ക്യൂബ് ഇസ് ഇക്വൽ ടു 2t ക്യൂബ് പ്ലസ് 6t സ്ക്വയർ മൈനസ് 108 ഇസ് ഇക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് t ക്യൂബ് പ്ലസ് 3t സ്ക്വയർ മൈനസ് 54 ഇസ് ഇക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടൈം ഇസ് ഇക്വൽ ടു 3 സെക്കൻഡ്സ് എന്ന് കിട്ടും. കാൽക്കുലേറ്റർ അടിച്ച് സോൾവ് ചെയ്യുമ്പോൾ ടൈം ഇസ് ഇക്വൽ ടു 3 സെക്കൻഡ്. നമുക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരെണ്ണം സോൾവ് ചെയ്തപ്പോൾ V1-നകത്ത് ടൈം 1 സെക്കൻഡ്, V2-നകത്ത് ടൈം 3 സെക്കൻഡുമാണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് എക്സ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് വെലോസിറ്റി ഈസ് ഇക്വൽ ടു dx by dt അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് dx ഈസ് ഇക്വൽ ടു എന്താണെന്ന് എഴുതാം? v dt. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് dx ആണ് എക്സ്. എക്സ് ഈസ് ഇക്വൽ ടു എന്താണ്? എക്സ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ v dt. അപ്പോൾ എത്ര വരും? ഇൻ്റഗ്രേഷൻ v dt ഇൻ്റഗ്രേഷൻ v dt എന്നൊരു അടുത്ത് എഴുതണേ. എക്സ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രേഷൻ v dt ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് 2t ക്യൂബ്. v എന്ന് പറയുന്നത് നമുക്കറിയാം 2t ക്യൂബ് പ്ലസ് 6t സ്ക്വയർ ആണ് v ഇൻറ്റു dt ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? 1 മുതൽ 3 വരെ. കാരണം വെലോസിറ്റി എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുമ്പോൾ 8 മുതൽ 108 വരെ വേരി ചെയ്യുമ്പോൾ ടൈം 1 മുതൽ 3 വരെ 1 സെക്കൻഡ് ടു 3 സെക്കൻഡ് വരെ വേരി ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡ്സ് ടു 3 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ട 1 to 3 ആണ്. 1 to 3 ആണ് ടൈം വേരി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ടു 108 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം വേരി ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതിന് ശേഷം നമ്മളത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓൾറെഡി തന്നിരിക്കുന്നതുകൊണ്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ 2t ക്യൂബിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 2e⁴ പ്ലസ് 6t³ / 3 പ്ലസ്
കോൺസ്റ്റന്റ് ആണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ ലിമിറ്റ് തന്നിരിക്കുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് എന്താണ്? 1 to 3 ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. t⁴ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2t3. ഓക്കെ, 1 to 3. That is equal to 3⁴. 3⁴ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 3 7 9, 9 3 27, 27 into 3 81. അപ്പോൾ 81 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2t³ 27 അല്ലേ? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ആണ് നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ്. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into 3 9, 9 into 3 27. അപ്പോൾ 2 into 27. ഓക്കെ, ഒന്നാമത്തെ ലിമിറ്റ് വരുന്നു മൈനസ് രണ്ടാമത്തെ ലിമിറ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ t⁴ 1⁴ ഡിവൈഡ് ബൈ 2 പ്ലസ് 2 ഇൻറ്റു 1�3. 2 ഇൻറ്റു 1�3 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് 1�3 എന്ന് പറയുന്നത് 1 തന്നെ വരും. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. that is equal to 81 divided by 2 plus 54. 81 divided by 2 plus 54 minus 1 by 2 plus 2. That is equal to 92 meters. Okay, x is equal to 92 meters.